പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ വാലും പ്രയാസവും ഏറും നേരത്തും ദുഃഖിതനാം ഞാൻ നേരത്തും പല പ്രയാസവും ഏറും നേരത്തും ദുഃഖിതനാം ഞാൻ നേരത്തും മനാമറിയോ അറിയോ മനാലേ മനാമറിയോ ആരോ മനാലേ ണ്ട് തളരുകില്ല അരികിലുണ്ട് തളരുകില്ല കണ്ടിടുക കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ കണ്ടിടുക കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ കണ്ടിടുക കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. വിലപ്പെട്ട നാമം വായിക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ തിരുപ്പാദത്തിലേക്ക് അടുത്ത് വന്ന് ദൈവത്തെ സ്തുതിക്കാനും ഈ സെക്ഷന്റെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുമിച്ച് അടുത്ത് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അവരുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ഈ സെക്ഷന്റെ ചുമതല വഹിക്കുന്ന പി ഡി ജോൺസൺ പാസ്റ്റർ അവർ, ബഹുമാനപ്പെട്ട കമ്മിറ്റി, വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവജനം, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ദേവദാസൻ ക്രിസ്തു എന്നെ വിളിച്ച് ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കണം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളൊക്കെ നാം കേട്ടുകൊണ്ടിരുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. ഇന്നും ഈ സമയവും അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ല, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ഹൃദയത്തിന് സൗഖ്യവും നമ്മുടെ വിശ്വാസത്തിന് വർധനവും അല്ല നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആരാധനയും നമ്മുടെ മനോഭാവങ്ങൾക്കും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം വചനത്തിലൂടെ കൃപ ചെയ്യണം. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേക ചോദിക്കുകയാണ്. ഈ സെക്ഷനിലേക്ക് ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പ്രിയ സജി ജോർജ് പാസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ബൈബിൾ സ്കൂൾ പഠനത്തിൽ ഏകദേശം 98, 99, 2000 ഈ കാലഘട്ടങ്ങളിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് സജി ജോർജ് പാസ്റ്റർ. ദൈവത്തെ സ്തുതിക്കുകയാണ്. മതങ്ങൾ, റിലീജിയൻസ്, മതങ്ങളെക്കുറിച്ച് ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ഇങ്ങനെ മതങ്ങളെക്കുറിച്ച് ആഴമായി പഠിപ്പിക്കണം ഇടയായി തീർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഒരു സെക്ഷനിൽ ഈ ശുശ്രൂഷിപ്പാനായിട്ട് ഒരുമിച്ച് കടന്നു വന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമാകുന്ന ദൈവവചനമാണ് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വായിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമക്ക് എഴുതുന്ന ലേഖനത്തിൽ അധികം ശക്തിയോടെ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നത്. ഹല്ലേലൂയ. റോമിലേക്ക് കടന്നു പോകുവാനായിട്ട്
അപ്പോസ്തലനായ പൗലോസ് ഒത്തിരി ആഗ്രഹിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ പരിശുദ്ധാത്മാവ് പലപ്പോഴും പൗലോസിനെ വിലക്കി. നീ അവിടേക്ക് എന്ത് ചെയ്യണ്ട, പോകണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വിലക്കി. ഇനി റോമിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്തയാ കൊരിന്തിൽ വെച്ച് താൻ ആത്മാവിൽ ഈ റോമർക്ക് ലേഖനം എഴുതുവാനായിട്ടിടയായിത്തീർന്നു. റോമസഭ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് റോമസഭ. റോമസഭ ഉടലെടുത്തത് ഒരു പ്രവർത്തകനും ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടൊന്നുമല്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നും മാർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മാഭിഷേകം പ്രാപിച്ച ആളുകളൊക്കെ പോയി അവിടെ നിന്ന് അഭിഷേകം പ്രാപിച്ചവർ റോമാ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് സ്ഥാപിച്ച സഭയാണ് യഥാർത്ഥ റോമസഭ. അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഹല്ലേലൂയ. റോമിലെ ആ സഭയിൽ ചെന്ന് ദൈവത്തിന്റെ വചനം അറിയിക്കുക. നല്ലൊരു കൂട്ടം ജനം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കാണുവാനും അവരെ പ്രബോധിപ്പിക്കുവാനും അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാനും സന്തോഷിക്കുവാനും പൗലോസ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തന്റെ അവസാന കാലഘട്ടങ്ങളിൽ പൗലോസ് ആത്മാവിൽ കൊരിന്തിൽ ഇരുന്നുകൊണ്ട് റോമ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് ഈ ലേഖനം. അവരോട് പറയുകയാണ് 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുകയും. ഈ വാക്യത്തിലൂടെ ജീവനുള്ള ആരാധന എന്നൊരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയെന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന്, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് എങ്ങനെയെന്ന് ഈ ഭാഗത്തിൽ, ഈ ലേഖനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവൻ എങ്ങനെ അടുത്ത് വരണം, എങ്ങനെ ആരാധിക്കണമെന്ന് വ്യക്തമായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജീവനുള്ള ആരാധന എന്താണ്? സാക്രിഫൈസ്. എങ്ങനെ ജീവനുള്ള ആരാധന നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ടിടയായിത്തീരും. എങ്ങനെ ജീവനുള്ള സ്തുതികൾ, പ്രാർത്ഥനകൾ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുവാനായിട്ടിടയായിത്തീരും. പഴയ നിയമകാലങ്ങളിലൊക്കെ ആരാധനകൾ യാഗവുമായിട്ടാണ്, യാഗവസ്തുവുമായിട്ടാണ് ആലയത്തിലേക്ക് കടന്നു വരുന്നത്. അവർ ആടുകളെ, പ്രാക്കളെ, കൊലട്ടുകുറ്റന്മാരെ, കാലക്കിടക്കളെയൊക്കെ അവരുടെ ഊനമില്ലാത്തത് തിരഞ്ഞെടുത്ത്, ശ്രേഷ്ഠമേറിയത് തിരഞ്ഞെടുത്ത്, പ്രത്യേകമായി അതിനുവേണ്ടി വളർത്തിയ മൃഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പോലെ, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നത് പോലെ അവർ അതിനെ അനുസരിക്കുവാൻ തക്കവണ്ണം ജീവനുള്ള ഊനമില്ലാത്ത യാഗമൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുന്നത് നമുക്കറിയാം. അവിടെ ജീവനുള്ളത് അവർ അർപ്പിക്കണമായിരുന്നു. ചത്തുകളെ അർപ്പിക്കുവാൻ പാടില്ല. ജീവനുള്ളതിനെ അവർ ദൈവത്തിന്റെ കരങ്ങളിൽ കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരണം, അർപ്പിക്കുവാനായിട്ടിടയായിത്തീരണം. അവരുടെ ദൈവം പ്രസാദിക്കുന്നയാകാം, ദൈവം അംഗീകരിക്കുന്നയാകാം. ദൈവം അക്സെപ്റ്റ് ചെയ്യാതെ ഒരു പ്രാർത്ഥന നമുക്ക് മറുപടി ലഭിക്കില്ല. ദൈവം അംഗീകരിക്കാതെ നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കില്ല. നമ്മളിൽ ആദ്യം പ്രസാദിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. കായയിലും അവരുടെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. കാബേലിലും അവരുടെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധകനിൽ ആദ്യം ദൈവം പ്രസാദിക്കണം. എന്നിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ മാത്രമേ ഞാൻ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. എന്നിൽ പ്രസാദിക്കാതെ ഞാൻ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവമേ നീ പ്രസാദിക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും അത് അശ്രദ്ധമാണ്. ദൈവത്തോട് അടുത്ത് വരുന്ന ദൈവമനുഷ്യൻ ചിന്തിക്കണം, ദൈവമേ ദൈവപ്രസാദമുള്ള യാഗം അർപ്പിക്കുവാൻ നീ എന്നെ ദൈവം അംഗീകരിക്കണമേ, എന്നിൽ ദൈവം പ്രസാദിക്കണമേ. നാം ആരാധിക്കാൻ നമുക്ക് താല്പര്യമുള്ളവരാണ്.
ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് താല്പര്യമുള്ളവരാണ്. പക്ഷെ എന്നിലേക്ക് നാം ഒന്ന് തിരിഞ്ഞിട്ട് കർത്താവേ, എന്റെ ആരാധനയെ സ്വീകരിക്കാൻ കഴിയാതവല്ല എന്നിലുള്ള ബലഹീനതകളെ ദൈവം വെളിപ്പെടുത്തുമാറാകണമേ. വിവിധമാകുന്ന കാഴ്ചപ്പാടിലൂടെയാണ് നാം ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. വിവിധമാകുന്ന മനോഭാവത്തിലൂടെയാണ് നാം ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. വിവിധ ചിന്താഗതികളിലൂടെയാണ് നാം ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു ക്രിയേഷൻ, ഒരു രൂപാന്തരം നമ്മുടെ മൈൻഡുകളിൽ സംഭവിക്കണം. ഹല്ലേലൂയ. ഐക്യതയോടൊക്കെ പ്രാർത്ഥിക്കണമെന്നും ആരാധിക്കണമെന്നൊക്കെ ദൈവദാസൻ ഇവിടെ എന്ത് ചെയ്തു പറഞ്ഞു. പക്ഷെ നമ്മുടെ ആരാധനയിൽ പലപ്പോഴും എന്ത് വരാറില്ല, യൂണിറ്റി വരാറില്ല, ഐക്യത വരാറില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ വരാറില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ നമ്മളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമർപ്പിച്ച് വിശുദ്ധിയുള്ള ജീവനുള്ള ഒരു ആരാധന നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ, ഈ ഭാഗത്ത് പെട്ടെന്ന് ഞാൻ മുൻപോട്ട് പോകാം. ഈ ഭാഗത്ത് ഒരർപ്പകനെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഒരർപ്പകൻ? ഒരർപ്പണം ഇതിനകത്തുണ്ട്. എന്താണ് ഒരർപ്പണം? ഇല്ല, ഒരാലയം ഈ വാക്യത്തിനകത്തുണ്ട്. ഒരാലയം, ഒരർപ്പകൻ, ഒരർപ്പണം, ഒരാലയം. അർപ്പകൻ എന്ന് പറഞ്ഞാൽ എന്താ? വർഷിപ്പ്, ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വ്യക്തി അർപ്പകൻ. അത് ഞാനാണെങ്കിൽ ഞാൻ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ. നിങ്ങൾ വരികയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക്. ഇല്ലേ? അർപ്പകൻ, അത് ഞാനും നിങ്ങളും. അപ്പോ അർപ്പണമോ? അർപ്പണം എന്തുവാ? അർപ്പണം എന്തുവാ? ആകിയാൽ ഇവിടെ വായിച്ചത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പൊ അർപ്പണം എന്തുവാ? നമ്മളുടെ ശരീരം, നമ്മുടെ ബോഡി. ഹല്ലേലൂയ, ഇത് അർപ്പണം, നമ്മുടെ ബോഡി. അതും ആരാണ്? നമ്മളാ. അപ്പൊ അർപ്പകനും നമ്മളാ. എന്താണ് അർപ്പണവും? അങ്ങനെയുള്ള ഇതിന്റെ അകത്ത് ഒരു ആലയവും ഉണ്ട്. അപ്പൊ ആലയം ആരാ? ആലയം ആരാ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അർപ്പകരും ആലയവും അർപ്പകൻ ഞാനാണ്, അർപ്പണം ഞാനാണ്, ആലയവും ഞാനാണ്. നമ്മൾ ആലയങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിന് നമ്മൾ പറയുമെങ്കിലും, ചർച്ചിനൊക്കെ പറയുമെങ്കിലും, ഇതൊക്കെ ഒരു ബിൽഡിംഗാണ്. ഹല്ലേലൂയ. പക്ഷെ ഇതല്ല യഥാർത്ഥത്തിൽ ആലയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഇതല്ല ആലയം എന്ന് പറയുന്നത്. ആലയം ദൈവം വസിക്കുന്ന, ആലയം പവിത്രമായി ദൈവം നിർമ്മിക്കുകയും ദൈവീയ ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിക്കുകയും ചെയ്ത ഞാനെന്ന മന്ദിരമാണ് ദൈവത്തിന്റെ ആലയം. നിങ്ങളെന്ന മന്ദിരമാണ് ദൈവത്തിന്റെ ആലയം. അതുകൊണ്ട് അർപ്പണനായി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, അർപ്പണവുമായി കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഇതെല്ലാം നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ഞാനാണ്, ഇതെല്ലാം നമ്മളാണ്. പക്ഷെ എങ്ങനെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? അവിടെ വായിക്കേണ്ട ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ശ്രദ്ധിച്ചു കേൾക്കണമേ. ആളുടെ അർപ്പകൻ ആരാധിക്കണം. അർപ്പകൻ ആരാധിക്കണം, ജീവനുള്ളവനായിരിക്കണം. അല്ല, സോറി, അർപ്പകൻ വിശുദ്ധനായിരിക്കണം. അർപ്പകൻ ആരാധിക്കണം, വിശുദ്ധനായിരിക്കണം. അതിനുള്ള അർപ്പണം ജീവനുള്ളതായിരിക്കണം. ആലയത്തിൽ ദൈവപ്രസാദമിറങ്ങുന്ന ആലയമായിരിക്കണം. ഇതാണ് ഇതിന്റെ ആത്മീക ആരാധനയുടെ ആത്മീക മർമ്മം എന്ന് പറയുന്നത്. അർപ്പകൻ ആരാധിക്കണം, വിശുദ്ധനായിരിക്കണം. അർപ്പണം ജീവനുള്ളതായിരിക്കണം. ആലയത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ
നമ്മൾ വിശുദ്ധനാണ്. നമുക്ക് വിവിധ കാഴ്ചപ്പാടുകൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുകയാ. വിവിധ ചിന്താഗതികൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കുത്തി നിറച്ചു നിൽക്കുകയാ. ഹല്ലേലൂയ, സ്തോത്രം. നാം വിശുദ്ധനാണോ എന്ന് ഹല്ലേലൂയ holy in sacrifice. ഇന്ന് ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. വിശുദ്ധമായിട്ടുള്ള ഒരു sacrifice നാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. Living sacrifice. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ളത് നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. Acceptable sacrifice. ഹല്ലേലൂയ, ദൈവം അംഗീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഹല്ലേലൂയ യാഗം നമ്മൾ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കഴിക്കണം. ദൈവം അത് അംഗീകരിക്കുമ്പോ ദൈവം നമ്മളിൽ നിന്ന് ചോദിക്കുമ്പോ അല്ലാത്തതൊന്നും ആരാധനയല്ല. നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അതൊന്നും അല്ലാത്തതൊന്നും ഉണ്ടല്ല, അതൊന്നല്ല. പഴയ നിയമത്തിൽ പല ആരാധനകളിലും സ്വർഗത്തിൽ തീ ഇറക്കി, ആളുടെ യാഗപീഠത്തിൽ തീ ഇറങ്ങി അതിനെ അടിവരുന്നു. ആളുടെ ദൈവം അതിനെ ദഹിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധ ശക്തി അതിന്റെ മേൽ വെളിപ്പെടുകയോ ആ യാഗത്തെ ദൈവം അംഗീകരിക്കുന്നില്ല. സ്വർഗം അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലെ തീ ഇറങ്ങി നേരിട്ടിറങ്ങി ഈ യാഗപീഠത്തിന്റെ ഇറങ്ങായിരുന്നു. ഇന്നത്തെ തീ ഇറങ്ങാത്തത്, ഇന്നത്തെ ദൈവ സാന്നിധ്യം വെളിപ്പെടാത്തത്, ഇന്നത്തെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങാത്തത്, അതുപോലെ യാഗപീഠത്തില് ദൈവ തേജസ് ഇറങ്ങി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. യാഗപീഠത്തിൽ ദൈവ സാന്നിധ്യവും മഹത്വവും ഇറങ്ങി ദൈവത്തിന്റെ തീ ഇറങ്ങി അതിനെ ദഹിപ്പിക്കുമായിരുന്നു. നമ്മുടെ സഭകളിൽ ദൈവ തേജസ് ഇറങ്ങിയ, നമ്മുടെ സഭകളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ, ഇരുട്ടിന്റെ ശക്തികളെല്ലാം മാറിപ്പോകുവാനായിട്ടില്ല. ദൈവം ഉദ്ദേശിക്കുന്ന അതേ മണ്ഡലത്തിലുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുന്ന ദൈവസഭകളുണ്ട്. ദൈവത്തിന്റെ അഗ്നി ഇറങ്ങും, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. പറഞ്ഞു കഴിഞ്ഞു. വിവിധ ഈഗോയും കൊണ്ട് എന്ത് ചെയ്യുന്നത്? ആ ആത്മശക്തിയോട് നമുക്കൊന്ന് വരാൻ കഴിയുമോ? ആ ആത്മനിർഭരത്തോടെ നമുക്കൊന്ന് വരാൻ കഴിയുമോ? ആലയത്തിൽ വരുമ്പോഴേ എന്ത് ചെയ്യാം? ആ നടക്കുന്ന പാപത്തിലും ആ വരുന്ന പാപത്തിലും തന്നെ അറിയാം എന്തിനാ വരുന്നതെന്ന്. അത് വെളിപ്പെടുത്തിക്കൊണ്ടാ വരുന്നേ. അത് വെളിപ്പെടുത്തിക്കൊണ്ടാ വരുന്നത്. ചിലരൊക്കെ വരുന്ന പണ്ട് കഴിഞ്ഞ മസിൽ പിടിച്ചൊക്കെ എന്ത് ചെയ്യുന്നത്? വന്ന് ഇരിക്കുന്നത്. പക്ഷെ ചിലരൊക്കെ വരുന്നത് ആത്മനിയോഗത്തിലാണ് വരുന്നത്. ആത്മനിയോഗത്തിലാണ് ചിലർ വരുന്നത്. നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് മുൻപിലുള്ള കുട്ടികളോട് ദൈവത്തെ ദർശനം ഏറ്റെടുത്തിട്ട് ആത്മീയ നിയോഗം ഏറ്റെടുത്തിട്ട് എനിക്ക് ദൈവത്തിന്
ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് അല്പസമയം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുക്കണം. ഒരിക്കലും സഹോദരി വയ്യാതെ ഇങ്ങനെ വന്ന് ഭയങ്കര പനി പിടിച്ച് ഇങ്ങനെ കിടങ്ങിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടാ പറയും മേളിൽ പോയി എന്തേക്കോ അല്ലെങ്കിൽ പോയി വിശ്രമിക്കുക ആന്റി, വയ്യാതല്ലേ വന്നത്. അപ്പൊ ആന്റി നേരെ തിരിച്ചു പറയാം, എന്റെ സഹോദരി അല്ല, ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ ആ ശക്തി ഒന്ന് പ്രാപിച്ചോട്ടെ, പനിയൊക്കെ പോകും. മനസ്സിലാകുന്നതാണ്. നമ്മളാക്കി വരത്തില്ല, കിടങ്ങി ഇങ്ങനെ പുതച്ച് വീട്ടിൽ കിടക്കും. അല്ല, ഈ ദാസി പനിയാണ് എന്നിട്ട് വരാൻ കഴിയില്ല. അല്ലെങ്കിൽ എങ്ങനെ ആടി ആടിയാണ് വരുന്നത്. നമുക്ക് കണ്ട കഷ്ടം തോന്നും. പക്ഷെ അവരുടെ ചിന്താഗതി വ്യത്യാസമാണ്. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവരുടെ വാസനത്തിലേക്ക് വരുന്ന അവരുടെ ശക്തി കാണുന്ന പ്രാപിച്ചോട്ടെ. അല്ല, എന്തിനു വേണ്ടി ആലയത്തിൽ വരുന്നത്? എന്തിനു വേണ്ടി ആലയത്തിൽ വരുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കൃപയുടെ ബഹുസത്താൽ ഞാൻ എന്റെ ആലയത്തിലേക്ക് വന്നു. എന്റെ ദൈവത്തിലുള്ള ഭക്തിയിൽ നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കണം. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിക്കണം. നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയെ ദൈവം പ്രസാദിക്കുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തെ ദൈവം മഹത്വപ്പെടുകയുള്ളൂ. ഇതിലേക്ക് ദൈവ തേജസ് എന്ന് പറയുന്നില്ല. വെറുതെ വന്ന് ആരാധിച്ചിട്ട് എന്ത് ചെയ്യാം, പോകാം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വന്ന് ആരാധിച്ച് പോയി എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഈ ആരാധനയിൽ ഒരു കൃപ ഏറ്റെടുക്കണം. ഒരു സൗഖ്യം എനിക്ക് വേണം, ഒരു വിടുതൽ എനിക്ക് വേണം, ഒരു നിയോഗം എനിക്ക് വേണം, എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം എനിക്ക് വേണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ വാഞ്ചയോടെ അകത്ത് പ്രവേശിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടൂ. ആര് പ്രസംഗിച്ചാലോ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുകയോ ആത്മശാന്ത്യം അനുഭവിച്ച് വലിയ കൊള്ള കണ്ടുപിടിക്കുകയോ വിശുദ്ധി അർപ്പകൻ വിശുദ്ധി ഇല്ലാതെ വന്ന് ആരാധിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അർപ്പണം ജീവനില്ലാത്തതാണെങ്കിൽ കൈയൊക്കെ അടിക്കണ കേട്ട ഇങ്ങനെ വെറ്റിലേക്കാതെ ഇങ്ങനെ കൊണ്ട് വന്നത് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചിലതൊക്കെ എന്തെങ്കിലും മുട്ടയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ അടിക്കും. പിന്നെന്താണ് പല പരിപാടികളും കാണിക്കും. എന്നാൽ കൈ അടിച്ച് ആത്മാവിൽ ആരാധിക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല, കൈയെത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കാലം പറയും 10 കമ്പിയുള്ള ഈ വാണിത്രം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതെന്താ അറിയാമോ? ഒരു വ്യാഖ്യാനം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഈ 10 കമ്പിയുള്ള വീണയുണ്ട് കേട്ടോ, ഇത് ഉപയോഗിക്കുന്നു. പക്ഷെ അതെന്താണ് അറിയാമോ? നമ്മുടെ 2 ചെവി, നമ്മുടെ 2 കണ്ണുകൾ, നമ്മുടെ നാവ്, നമ്മുടെ ചെവികൾ ദൈവശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടച്ചാത്മാവിൽ ധ്യാനിച്ച് ആദ്യം നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ ചെവിയും 2 കണ്ണും 2 കൈയും ആത്മാവ് 2 കാലുകൾ മുട്ടുമടക്കി ഹല്ലേലൂയ ഹൃദയം ദൈവത്തിലേക്ക് ആഴമായി സമർപ്പിച്ച് ഹല്ലേലൂയ നാവ് കൊണ്ട് ആത്മാവിനെ സ്തുതിച്ചു പാടുന്നതിനെയാണ് ഒരു വ്യാഖ്യാനം അത് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ 10 കമ്പിയുള്ള വീണ ഹല്ലേലൂയ ആഘോഷത്തോടുകൂടി കൈകളെ തട്ടി ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് അക്ഷരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ആരാധന മറ്റെന്തും നടന്നുകൊള്ളട്ടെ, അതെനിക്ക് വിഷയമല്ല. ആരും വന്നുകൊള്ളട്ടെ, അതെനിക്ക് വിഷയമല്ല. ശക്തി സംഭരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആരാധനയിലെ അശുദ്ധി ഇറങ്ങി പോകുന്നു, അശുദ്ധിമാർ പോകുന്നു. ഒരാൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി കയറി വന്നാലും അന്ന് വഴക്കുണ്ടാക്കാൻ തീരുന്നില്ല. കാരണം എന്താ? ആത്മശക്തി വെളിപ്പെട്ടാൽ സംഭവിക്കും. ആരും പിന്നെ എന്ത് ചെയ്തില്ല, ആരും ഉപയോഗിച്ചോണ്ട് പിന്നെ എന്ത് ചെയ്തില്ല. ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെ പരിപാടി വിജയിക്കത്തില്ലല്ലേ? പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ പരിപാടിക്ക്, പക്ഷെ ദൈവം വിളിച്ച് അടക്കി തിരിച്ചു വിടണം. ആരുടെ ദൈവത്തിന്റെ പരിപാടിയാണ്. പക്ഷെ അകത്ത് ആരാധന വെളിപ്പെടണം, അകത്ത് ആരാധന വെളിപ്പെടണം, അകത്ത് ദൈവത്തെ അകത്ത് ദൈവം പ്രസാദങ്ങളെ ആരാധന സംഭവിക്കണം, ജീവനുള്ള ആരാധന ദൈവത്തിന് കൊടുക്കണം. ഒരു സ്തോത്രം പറഞ്ഞ ഒരു സ്തോത്രം പറഞ്ഞു ആരാധിക്കണം.
ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകെ അങ്ങയുടെ മഹത്വത്താൽ നിറയ്ക്കണം. അങ്ങനെ ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ എന്ത് ചെയ്യും? അധികം ശക്തിയോടെ വെളിപ്പെടുവാനായിട്ട് ദൈവ മഹത്വം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് അതുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. കർത്താവേ, എന്റെ ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം നിറങ്ങണമേ, ദൈവത്തിന്റെ തേജസ് നിറങ്ങണമേ, ദൈവത്തിന്റെ കൃപയിൽ വ്യാപരിക്കണമേ. ദൈവിക ശക്തി എന്റെ ആരാധനയിൽ ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. മറ്റൊരു വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അത് റോമാലേഖനം തന്നെയാണ്. റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് 6-ാം അധ്യായം 13-ാം വാക്യം 19-ാം വാക്യം 2 വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ ശ്രദ്ധിക്കണം. എന്താണ് ജീവനുള്ള ആരാധന? എന്നാ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാണ്. എന്താണ്? പാപത്തിന് നമ്മുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്? ജീവനുള്ള അർപ്പകനാകണം, ജീവനുള്ള വിശുദ്ധനാകണം. വിശുദ്ധനാകണം. ഹല്ലേലൂയ. അർപ്പണം ജീവനുള്ളതാകണം. ഇവിടെ വായിക്കുന്നത് എന്താ? ഹല്ലേലൂയ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കുന്നവരാണ്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. എങ്ങനെയാ? നമ്മുടെ മരണം എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരങ്ങൾ അവയവങ്ങൾ മരിക്കണം. അവയവങ്ങൾ മരിക്കണം. ഹല്ലേലൂയ. അവയവങ്ങൾ മരിക്കണം. എന്നിട്ട് ആത്മാവിൽ നാം എന്ത് ചെയ്യണം? അല്ലേ? അങ്ങനെ വായിച്ചത്. എന്നിട്ട് നമുക്ക് വായിച്ചോ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് മതി. 19-ാം വാക്യം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിക്കരുത്. അതന്നെ, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി അതാ അങ്ങനെ സമർപ്പിക്കുന്നതാ ജീവനുള്ള ആരാധന. മനസ്സിലായ? നമ്മുടെ അവയവങ്ങളിൽ കൂടി വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തികളുണ്ട്. നമ്മുടെ അവയവങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന വിശുദ്ധിന്റെ ശക്തികളുണ്ട്. നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തികൾ അവയവങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നമ്മളെ ജീവനുള്ളവരാണ്. നമ്മുടെ ശരീരങ്ങള് ഭൂമിയുടെ ആയുധങ്ങളാൽ ദൈവത്തിന് എങ്കിൽ മാത്രമേ ജീവനുള്ള ആരാധന നമുക്ക് ദൈവത്തിന് അർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വലുത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കണം. നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരണം. വീണ്ടും ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യമാണ്. ആ സമയത്തിന് മുമ്പ് തന്നെ ഞാൻ നിർത്തുന്നതാണ്. സമയം ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. പെട്ടെന്ന് വായിച്ചാൽ വായിച്ചാൽ 1 പത്രോസ് 2-ന്റെ 5-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി ജീവനുള്ള കല്ലുകൾ
വെട്ടുക്കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളെ കൊണ്ടാണ് ദൈവം ആലയം പണിയപ്പെടുന്നത്. ആയുധങ്ങളുടെ ഒരു ശബ്ദവും ഇല്ല. ആലയത്തിന്റെ പണികൾ കേൾക്കുകയില്ല. ഒരു അലങ്കോലമാകുന്ന ശബ്ദങ്ങളോ ഒരു വാഗ്വാദത്തിന്റെ ശബ്ദങ്ങളോ അവരുടെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ ഇന്ന് എല്ലാം കുറവ് തീർക്കുന്നത് ആലയത്തിന്റെ അകത്ത് വെച്ചുകൊണ്ടാ. ഇല്ല ഇല്ല ഇല്ല, പുറത്ത് വെച്ച് തന്നെ പണി പൂർത്തീകരിച്ച കല്ലുകൾ കൊണ്ടാണ് ആലയത്തിന്റെ പണി നടക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ട കല്ലുകളെ കൊണ്ടാണ് ആലയത്തിന്റെ പണി നടക്കുന്നത്. എന്തുപോലെ അതിന്റെ ജീവനുള്ള മൂലക്കലായി ക്രിസ്തുവിന്റെ കല്ലിന്മേലും അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവം പണിയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെയും പണിയുന്നില്ലവർ ജീവനുള്ള കല്ലുകളായി ആത്മീയഗ്രഹമായി പണിയപ്പെടുന്ന ആത്മീയഗ്രഹമായി പണിയപ്പെടുന്ന ദൈവത്തിന്റെ ആലയം പ്രകടിപ്പിച്ചുകൊണ്ട് എത്ര പേർക്ക് കൈകട്ടാകെ ഒരു ജീവനുള്ള കല്ലായി ദൈവത്തിന്റെ മുമ്പിൽ പണിയുക. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുക. ഇത് മകൾ എത്ര പേർക്ക് കഴിയുക. ആളുകൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം എന്റെ മേൽ വെളിപ്പെടുക, ദൈവശക്തി എന്റെ മേൽ വെളിപ്പെടുക. ജീവനുള്ള കല്ലുകളാക്കി എന്നെ തീർക്കണമേ. ഹല്ലേലൂയ. ജീവനുള്ള ആരാധന അർപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ ക്രമ നൽകണമേ. എന്നിൽ ദൈവം പ്രസാദിക്കണമേ. ഒരു നല്ല ആരാധന ദൈവത്തിന് കൊടുക്കുക. അവയവങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. നീതിയുടെ ആയുധങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആയുധങ്ങളായി ജഗത്തിന് ഞാൻ എന്റെ ചിന്തകളെ, എന്റെ നാവുകളെ, എന്റെ കൈകളെ, എന്റെ പ്രവൃത്തികളെ ഞാൻ സമർപ്പിക്കുകയില്ല. എന്റെ ആരാധന എന്റെ ജീവനുള്ള ആരാധനയായി എന്റെ ശരീരങ്ങളെ ഞാൻ അർപ്പിക്കുന്നു എന്ന് പറയുക. നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാത്ത എല്ലാവരും പ്രാർത്ഥിച്ചാൽ ജീവനുള്ള ആരാധന ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ്. ജീവനുള്ള ആരാധന ഞാൻ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം എന്റെ മേൽ വെളിപ്പെടുക, ദൈവശക്തി എന്റെ മേൽ വെളിപ്പെടുക, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വ്യാപരിക്കപ്പെടുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്മരിച്ചാട്ടെ. ആരാധന നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഭവനത്തിൽ ഒറ്റയ്ക്കുള്ളെങ്കിൽ ആരാധന ജീവനുള്ളതായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥന ജീവനുള്ളതായി തീരട്ടെ. നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന്റെ കരങ്ങളെ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം, നമ്മുടെ അധരങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കല്യാണങ്ങളെ സമർപ്പിക്കാം. തെറ്റാളുകളുടെ മനോഭാവങ്ങളെ ഈ ലോകത്തിന് രൂപപ്പെടാതെ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദവുമുള്ള ഈ യാഗമായി എന്റെ സമർപ്പിക്കുവാൻ പകരത്തിൽ നിൽക്കുകയില്ല. ഈ ലോകത്തിന് രൂപപ്പെടാതെ അവരുടെ മനസ്സുകൊടുക്കി രൂപാന്തരപ്പെടുക, മനസ്സുകൊടുക്കി രൂപാന്തരപ്പെടുക, മനസ്സുകൊടുക്കി രൂപാന്തരപ്പെടുക. നമ്മുടെ മനസ്സിന് നമ്മുടെ ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പ്രവർത്തന, പുതിയ ശക്തികൾ അത് ജീവൻ പ്രാപിക്കുവാൻ തക്കമാണ്. എല്ലാ മനോഭാവങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ചെയ്തെടുക്കുകയാണ്. തെറ്റായ എല്ലാ ചിന്താഗതികളിലും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ജനത്തെ ആത്മാവിൽ